എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ചെറിയൊരു ഔട്ടിങ്ങിന് പോയാലോ? ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതേ ഗൈസ്, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം ബീച്ചിലേക്ക് പോകാൻ കരുതി. ഇപ്പോൾ വെയിലായി തുടങ്ങുന്നില്ലേ ഉള്ളൂ. അപ്പോൾ ബീച്ചിൽ ഇപ്പോൾ പോവുകയാണെങ്കിൽ അധികം വെയിലുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതേ ഗൈസ്, ഞങ്ങളങ്ങനെ ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ബീച്ചിൽ എവിടെ ഇറങ്ങണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതേ ഗൈസ്, ഞങ്ങൾ ബീച്ചിലെത്തി, ഇവിടെ ഇറങ്ങി. ഇപ്പോൾ അധികം ആരും എത്തിയിട്ടില്ല ഗൈസ് ബീച്ചിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങളെ കുറേ നേരമായിട്ട് തിരമാല പറ്റിച്ചുകൊണ്ടിരിക്കുക. ഒന്നുകിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ തിരമാല വരില്ല, അല്ലെങ്കിൽ ചെറിയ തിരമാല. ഒരു നല്ല തിരമാല ഇതുവരെ വന്നില്ല. ഇപ്പം വന്നു. കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പോൾ ഇത് ഗൈസ്, ഞങ്ങളങ്ങനെ ഒരു ഹോട്ടലിൽ കയറി. ഞാൻ നെയ്റോസ്റ്റാട്ടോ ഓർഡർ ചെയ്ത്. എനിക്ക് നെയ്റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏതെങ്കിലും മാളിലൊക്കെ കയറി കുറച്ച് കറങ്ങി നടക്കാമെന്ന്. അപ്പം ഞങ്ങൾ ആദ്യം വന്നത് ബ്ലൂ ഡയമണ്ടിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കാര്യമായിട്ടൊന്നും കാണാനോ അല്ലെങ്കിൽ പിള്ളേർക്ക് പറ്റിയ ഗെയിം സോണോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി വേറെ മാളിലേക്ക് പോകാൻ നിർത്തി. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അടുത്തത് വന്നിരിക്കുന്നത് ഗോകുലമാളിലേക്കാണ്. ഇവിടെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്.
അപ്പോൾ ഗൈസ് ഞങ്ങൾ ഗോകുലമാളിൽ നേരെ ഗെയിം സോണിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ എവിടെയും കയറാത്തത്. ഞാൻ വേറെ എവിടെയും കയറിയില്ല. ഞാൻ ഗെയിം സോണിൽ തന്നെയായിരുന്നു ഫുള്ള്. ഇതിൻ്റെ ഇടയ്ക്ക് അവൻ അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് അവർ വേറെ സാധനത്തിൽ കൂടെയൊക്കെ കയറി. പിന്നെ ഞാൻ അവിടുത്തെ ചെറിയ ചെറിയ ഗെയിമൊക്കെ കളിച്ച് കുറച്ച് ടിക്കറ്റൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല, ഞാൻ എടുക്കാൻ മറന്നുപോയി ഗൈസ്. പിന്നെ ഞാനൊരു സാധനത്തിൽ കയറി, 360 ഡിഗ്രി VR, അത് കയറി. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ പോയി എന്തെങ്കിലും കഴിക്കണം, നല്ല വിശപ്പുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഏറ്റവും അവസാനം ഇതിൽ കയറി. ഇതിൽ ഇവർക്ക് കയറണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഇതിൽ കയറാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ കൂടെ ഒരു ജോക്കറും ഉണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ അതെ ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഞാൻ ബിരിയാണിയാണ് ഗൈസ് കഴിച്ചത്. ഫുഡ് കിട്ടിയ ആവേശത്തിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, സോറി ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ലുലു മാളിൽ പോയാലോ എന്ന് കരുതി അതിൽ കൂടെ പോയിരുന്നു. ബട്ട് ഫുൾ ട്രാഫിക് ആയതുകൊണ്ട് അതിൻ്റെ അടുത്ത് പോലും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ARM കണ്ടാലോ എന്നിങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ഏതോ തിയേറ്ററിൽ ഞങ്ങൾ എത്തിയപ്പോഴേക്കും അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും അവിടുന്ന് കയറി കാണാമെന്ന് കരുതി ഞങ്ങൾ ഓടിച്ചെന്ന് ടിക്കറ്റ് എടുത്ത് പോയി കണ്ടു ഗൈസ്. അങ്ങനെ ARM കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ദിവസം വേറൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതിലെല്ലാവർക്കും ബായ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഗൈസ്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ആയിട്ടുണ്ട്. താങ്ക് യു ഗൈസ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനിയും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടി കൊണ്ടുവരണം. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു 100 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ എനിക്ക് കേക്ക് ഉണ്ടാക്കണം, മുറിച്ച് കട്ട് ചെയ്യണം എന്നൊക്കെ. പക്ഷെ സമയം കിട്ടുന്നില്ല ഗൈസ്. നമുക്ക് നോക്കാം, എന്നേലും സമയം കിട്ടുമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ കേക്ക് മുറിക്കാം. സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്, പവർ വരട്ടെ. അപ്പം ശരി, എന്നാൽ പറഞ്ഞൊന്നും മറക്കില്ലല്ലോ. എല്ലാം ചെയ്തേക്കാം. ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്കുക. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. ബൈ.